ഹായ്, വെൽക്കം ബാക്ക്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ അടുത്ത ഡാറ്റ ടൈപ്പ് ആയിട്ടുള്ള സെറ്റ്സ് എന്താണെന്നാണ് കാണാൻ പോകുന്നത്. സോ സെറ്റ്സ് എന്ന് പറയുന്നതും നമ്മൾ ഈ ലിസ്റ്റ്, ഡിക്ഷണറി ഒക്കെ കണ്ട പോലെ തന്നെ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ഡാറ്റ ടൈപ്പ്. ഈ സെറ്റ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് എപ്പോഴും യുണീക്ക് ഡാറ്റകളായിരിക്കും ഉണ്ടാവുക. ഡ്യൂപ്ലിക്കേഷൻ വരാൻ പാടില്ലാത്ത രീതിയിലുള്ള ക്ലാസ്സുകളാണ് സെറ്റ്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഒരു കളർ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഞാനവിടെ കൊടുക്കുകയാണ്. സോ ഇതിനകത്തേക്കാണ് ഞാൻ എൻ്റെ സെറ്റ്സ് ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ ഡിക്ഷണറിയിൽ ഡബിൾ ബ്രേസസ് യൂസ് ചെയ്തിട്ടാണ് ചെയ്തത്. പക്ഷേ ഡിക്ഷണറിയിൽ നമ്മൾ ഒരു കീ വാല്യൂ പെയർ ആയിട്ടായിരുന്നു ഓരോ എലമെൻറ്റും ഇൻസേർട്ട് ചെയ്തിരുന്നത്. പക്ഷേ ഇവിടെ സെറ്റ്സിൽ ഡബിൾ ബ്രേസസിനകത്ത് സാധാ നോർമൽ മെത്തേഡിൽ തന്നെയാണ് നമ്മൾ ചെയ്യുക. സോ ഞാൻ കുറച്ച് എൻട്രീസ് അതിനകത്ത് കൊടുക്കുകയാണ്. റെഡ്, ദെൻ ബ്ലൂ, ഗ്രീൻ, അങ്ങനെ പറഞ്ഞിട്ട് കുറച്ച് വാല്യൂസ് ഞാൻ അതിനകത്ത് കൊടുക്കുകയാണ്. യെല്ലോ. ഓക്കെ, സോ ഇപ്പം നമ്മൾ ഈ സെറ്റ് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതൊന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. ഈ പ്രിൻ്റ് കളർ എന്ന് പറഞ്ഞ് നമ്മൾ റൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത് ഇങ്ങനെ കാണിക്കും. സോ ഇതിൻ്റെ ടൈപ്പ് നമ്മൾ ജസ്റ്റ് പ്രിൻ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ വി ക്യാൻ സീ ദാറ്റ് ഇറ്റ്സ് എ സെറ്റ്. അതിൻ്റെ ക്ലാസ് എന്ന് പറയുന്നത് സെറ്റാണ്. ഓക്കെ, സോ ഇതുപോലെയാണ് നമ്മളൊരു സെറ്റ് ഡിഫൈൻ ചെയ്യുക. നമുക്കിങ്ങനെ ഡബിൾ ബ്രേസസിലല്ലാതെയും സെറ്റ് ഡിഫൈൻ ചെയ്യാം. സെറ്റ് നമുക്ക് ഇതുപോലെ കളർ ഈക്വൽ ടു സെറ്റ് എന്ന് പറയുന്ന ഒരു കീവേഡ് നമുക്ക് അവൈലബിൾ ആണ്. ഈ സെറ്റ് എന്ന് പറയുന്നൊരു കീവേഡിനകത്ത് നമുക്ക് സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് കണ്ടൻസുകൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് കണ്ടൻറ്റ് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് സെറ്റ് ഡിഫൈൻ ചെയ്യാം. സോ സെറ്റ് എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടും നമുക്ക് ചെയ്യാവുന്നതാണ്. നമുക്ക് ക്ലാസ് സെറ്റായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. സോ ഈ രണ്ട് രീതിയിൽ സെറ്റ് ഡിഫൈൻ ചെയ്യാം. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മളൊരു സെറ്റ് ഡിഫൈൻ ചെയ്യുന്നത്. സോ ഇതിൻ്റെ ലെങ്ത്ത് നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അതും നമുക്ക് മറ്റുള്ള ക്ലാസ്സസിൽ ചെയ്ത പോലെ തന്നെ 1 2 3 4 4 എലമെൻറ്റ്സ് ആണ് വരുന്നത്. അതുകൊണ്ട് അതിൻ്റെ ലെങ്ത്ത് 4 ആയിട്ട് തന്നെ നമുക്കവിടെ കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് സെറ്റിനകത്ത് ഒരു ചെക്കിങ്ങും പോസിബിളാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ചെക്കിങ് നമുക്ക് പോസിബിളാണ്. സപ്പോസ് ഇവിടെ ഈ കളർ എന്ന് പറയുന്ന ഈ ഒരു വേരിയബിളിനകത്ത് റെഡ് എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് ഉണ്ടോ എന്ന് വേണമെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. സോ നമുക്കിതുപോലെ റെഡ് എന്ന് പറഞ്ഞിട്ട് ഇൻ കളർ, സോ ഈ കളർ എന്ന് പറയുന്ന സെറ്റിനകത്ത് റെഡ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിതുപോലെ റെഡ് ഇൻ കളർ എന്ന് പറയുന്ന ഒരു കമാൻഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ട്രൂ എന്ന് നമുക്ക് കാണിക്കും. അതേ സമയത്ത് ഇതിന് പകരം ഓറഞ്ച് എന്ന് പറയുന്ന ഒരു കളറാണ് ഞാനിവിടെ ചെക്ക് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ ഒരു എൻട്രി നമുക്കതിനകത്ത് ഇല്ലാത്തതുകൊണ്ട് തന്നെ അത് ഫോൾസ് ആയിട്ടും കാണിക്കും. സോ നമുക്കൊരു ചെക്കിങ് ഈ ഒരു സെറ്റ്സിനകത്ത് പോസിബിളാണ്. മാത്രമല്ല സെറ്റ്സിൽ ഞാൻ പറഞ്ഞിരുന്നു ദർ ഈസ് നോ ഡ്യൂപ്ലിക്കേഷൻ ഇൻ സെറ്റ്. സോ നമുക്ക് ഡ്യൂപ്ലിക്കേഷൻ്റെ കാര്യം വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെക്ക് ചെയ്യാം. നമ്മൾ സെറ്റ് ഡബിൾ ബ്രേസസിനകത്ത് സപ്പോസ് 1 2 3 4 5, ഇനി ഞാൻ 5 ഒന്നുകൂടെ ടൈപ്പ് ചെയ്യുകയാണ്. അതുപോലെ 6 എഗെയിൻ 6 ടൈപ്പ് ചെയ്യുകയാണ്. സോ ഇവിടെ ഡ്യൂപ്ലിക്കേഷൻ നമുക്ക് വരുന്നുണ്ട്. 5നും 6നും നമുക്ക് ഡ്യൂപ്ലിക്കേഷൻ വരുന്നുണ്ട്. പക്ഷേ നമ്മൾ ഈ കളർ ഒന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ വി ക്യാൻ സീ ദാറ്റ് ദർ ഇസ് നോ ഡ്യൂപ്ലിക്കേഷൻ. സോ ഈ യൂണീക്ക് ഐ ഡികളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന സമയങ്ങളിൽ ഇപ്പം സപ്പോസ് നമുക്കൊരു ലിസ്റ്റ് ഓഫ് സ്റ്റുഡൻസോ അല്ലെങ്കിൽ ലിസ്റ്റ് ഓഫ് എംപ്ലോയീസൊക്കെ ചെയ്യുന്ന സമയത്ത് അവരുടെ നെയിമിൽ ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ അവരുടെ ഐ ഡീസിൽ നമുക്ക് ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടാവാറില്ല. എന്നാൽ മാത്രമേ നമുക്ക് യുണീക്കായിട്ടുള്ള ഐ ഡീസ് ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ വരുന്ന സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് ഈ സെറ്റ്സ് എന്ന് പറയുന്നത് വളരെ ഉപകാരമുള്ളതാണ്. ഇനി നമുക്ക് സെറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് സപ്പോസ് ഇത് num1 എന്ന് പറഞ്ഞിട്ട് ഞാനൊരു എൻട്രി കൊടുത്തു. അതിൽ 1 2 3 4 വരെ ഒരു വാല്യൂ കൊടുത്തു. അതുപോലെ num2 എന്ന് പറയുന്ന വേറൊരു സെറ്റ് ഞാൻ ഡിഫൈൻ ചെയ്യുകയാണ്. അതിനകത്ത് ഞാൻ 4 5 6 7 എന്ന് പറഞ്ഞിട്ട് എൻട്രി കൊടുക്കുകയാണ്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാം ഇവിടെയും 4 ഉണ്ട്, ഇവിടെയും 4 ഉണ്ട്. സോ ഇങ്ങനെ രണ്ട് സെറ്റുകൾ ഞാനിവിടെ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ സെറ്റ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന ചില മാനിപ്പുലേഷൻസ് ആണ് നമ്മളിവിടെ കാണുന്നത്. സപ്പോസ് എനിക്ക് num1 എന്ന് പറയുന്ന സെറ്റിലേക്ക് ഒരു പുതിയ വാല്യൂ ആഡ് ചെയ്യണമെന്ന് വിചാരിക്കുക. സോ അപ്പോൾ നമ്മൾ num1 ഡോട്ട് ആഡ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഓപ്ഷൻ അവിടെ അവൈലബിൾ ആണ്. അത് ബ്രാക്കറ്റിനകത്ത് നമുക്കിവിടെ 4, എനിക്ക് സപ്പോസ് 5 ആണ് എൻട്രി ചെയ്യണമെങ്കിൽ എനിക്ക് 5 എന്ന് എൻട്രി ചെയ്യാവുന്നതാണ്. സോ ഈ num1 നമ്മളിവിടെ ഒന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. സോ പ്രിൻറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ എക്സ്ട്രാ 5 എന്ന് പറയുന്നത് അവിടെ ആഡായി വന്നിട്ടുണ്ട്. സോ ഇതുപോലെ
ന്യൂ എൻട്രീസ് ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ആഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ നമുക്കവിടെ യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി സപ്പോസ് എനിക്കിവിടെ 2 സെറ്റുകളാണുള്ളത്, num1 ആൻഡ് num2. ഇതിൽ num1-നകത്തേക്ക് ഈ num2-ലുള്ള എല്ലാ എലമെൻറ്റും എനിക്ക് ആഡ് ചെയ്യണം അങ്ങനെ വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ num1 ഡോട്ട് അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. അതിനകത്ത് num2 എന്ന് നമ്മൾ കൊടുത്താൽ മതി. ഓക്കെ, സോ നമുക്കൊന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. num1 നമ്മൾ പ്രിൻറ്റ് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ ലെറ്റ്സ് റൺ. അവിടെ നോക്കിയാൽ 1 2 3 4 5 6 7 ഇതിൽ 4 2 തവണ വന്നിട്ടുണ്ടെങ്കിലും ഡ്യൂപ്ലിക്കേഷൻ കളഞ്ഞതിന് ശേഷമുള്ള എൻട്രിയാണ് നമുക്കിവിടെ കാണിക്കുന്നത്. ഇതുപോലെ സെറ്റിന് നമുക്ക് ആഡ് ചെയ്യാനും അപ്ഡേറ്റ് ചെയ്യാനും ഒക്കെ പോസിബിളാണ്. പിന്നെ നമുക്ക് സെറ്റ്സിനകത്ത് വരുന്ന മറ്റൊരു ഓപ്പറേഷൻസാണ് കമ്പാരിസൺ ഓപ്പറേഷൻ. സപ്പോസ് നമുക്കിവിടെ ചെക്ക് ചെയ്യണമെന്ന് വിചാരിക്കും. എനിക്കിവിടെ num1 num2 എന്ന് പറഞ്ഞിട്ട് 2 സെറ്റ്സ് അവൈലബിൾ ആണ്. ഇത് രണ്ടും കൂടെ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ സപ്പോസ് പ്രിൻറ്റ് ചെക്കിങ് നമുക്ക് കൊടുക്കാം. ദാറ്റ് ഇസ് num1 ഈക്വൽ ടു num2. ഇത് നമ്മൾ റൺ ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ ഇവിടെ പ്രിൻറ്റ് ടി വന്നിട്ടില്ലായിരുന്നു. സോ നമ്മളിത് റൺ ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ ഇത് ഫോൾസ് ആയിട്ടാണ് കാണിക്കുക. കാരണം രണ്ടും ഡിഫറെൻറ്റ് സെറ്റുകളാണ്. ഞാനിവിടെ 1 2 3 4 ഇങ്ങനെ ചെയ്തിട്ട് റൺ ചെയ്യുകയാണെങ്കിൽ എനിക്കത് ട്രൂ ആയിട്ടായിരിക്കും കാണിക്കുക. ഓക്കെ, ഇത് ഞാൻ പഴയതുപോലെ തന്നെ ആക്കിയിട്ടുണ്ട്. സോ ഇവിടെ ഒരു ഈക്വൽ ആണെന്നുള്ളൊരു കമ്പാരിസൺ നമുക്ക് നടക്കും. ഇനി നമുക്ക് സപ്പോസ് യൂണിയൻ ഓപ്പറേഷൻ നടക്കണമെന്ന് വിചാരിക്കുക. ഈ 2 സെറ്റിനെയും കൂടെ യൂണിയൻ ചെയ്യുക എന്നുള്ളതാണെങ്കിൽ നമുക്ക് num1 നമുക്ക് പൈപ്പ് സിമ്പിൾ ഉണ്ട്. ദിസ് ഇസ് പൈപ്പ് സിമ്പിൾ. കീബോർഡിനകത്ത് സ്ലാഷിൻ്റെ കൂടെ വരുന്നതാണ്. നമ്മൾ ഷിഫ്റ്റ് സ്ലാഷ് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൈപ്പ് സിമ്പിൾ നമുക്ക് വരും. ഈ യൂണിയൻ ഓപ്പറേഷൻ നമ്മൾ ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ കാണാം ആ 2 സെറ്റുകളും കൂടെ കമ്പൈൻ ചെയ്തിട്ട് യൂണിയൻ ചെയ്തിട്ടുള്ള ഒരു വാല്യൂസാണ് നമുക്കിവിടെ കിട്ടുക. സപ്പോസ് ഞാനിവിടെ 7-ന് ശേഷം 8 ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. സോ റൺ ചെയ്ത് കഴിഞ്ഞാൽ അത് രണ്ടും കൂടെ ചേർന്നിട്ടുള്ള സെറ്റായിരിക്കും നമുക്കവിടെ വരിക. ഈ യൂണിയൻ ഓപ്പറേഷൻ നമുക്ക് വേറൊരു രീതിയിലും ചെയ്യാവുന്നതാണ്. സപ്പോസ് ഞാനതൊന്ന് കമൻറ്റ് ചെയ്ത് വെക്കുകയാണ്. വി ക്യാൻ ഓൾസോ ഡു ലൈക്ക് ദിസ്. പ്രിൻറ്റ് num1 ഡോട്ട് യൂണിയൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ നമുക്കവിടെ ഉണ്ട്. അതിൽ num2 എന്ന് ടൈപ്പ് ചെയ്തിട്ട് റൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും സെയിം ഓപ്പറേഷനാണ് നമുക്കവിടെ വരും. സോ ഇതുപോലെ പൈപ്പ് സിമ്പിൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലത്തെ യൂണിയൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ യൂസ് ചെയ്തിട്ടും നമുക്ക് ചെയ്യാവുന്നതാണ്. യൂണിയൻ പോലെ തന്നെ ഇൻ്റർസെക്ഷൻ വേണമെന്ന് വിചാരിക്കുക. അതായത് 2 സെറ്റിലും കോമൺ ആയിട്ട് വരുന്ന കാര്യങ്ങൾ വേണമെന്ന് വിചാരിക്കുക. സപ്പോസ് അത് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ 4-ന് ശേഷം 5 കൂടെ കൊടുക്കുകയാണ്. സോ ഇവിടെ നമ്മൾ നോക്കിയാൽ കാണാം 4ഉം 5ഉം ഈ സെറ്റിലും ഉണ്ട്, അതേപോലെ ഈ സെറ്റിനകത്ത് വരുന്നുണ്ട്. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ആംബസൻ സിമ്പിൾ ആൻഡിനൊക്കെ യൂസ് ചെയ്യുന്ന ഈ ഒരു സിമ്പിൾ യൂസ് ചെയ്തിട്ട് നമ്മൾ റൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കവിടെ ഇൻ്റർസെക്ഷൻ, അതായത് 2 സെറ്റിലും കോമൺ ആയിട്ട് വരുന്ന വാല്യൂസ് എന്താണോ അത് നമുക്കിതുപോലെ ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഇവിടെയും നമുക്ക് ഡോട്ടിന് ശേഷം നം ഡോട്ട് ഇൻ്റർസെക്ഷൻ എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ സെയിം എഫക്റ്റ് ആയിരിക്കും നമുക്കിവിടെ കിട്ടുക. ഓക്കെ, സോ യൂണിയൻ, ഇൻ്റർസെക്ഷൻ, അതുപോലെ നമുക്ക് ഡിഫറൻസ് വേണമെന്നുണ്ടെങ്കിൽ അതും നമുക്ക് ചെയ്യാവുന്നതാണ്. നമുക്ക് മൈനസ് എന്നുള്ള സിമ്പിൾ യൂസ് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ്. സോ റൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ഡിഫറൻസ്, സോ ഈ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി എലമെൻറ്റ്സ് ഇൻ ദ ലെഫ്റ്റ് നോട്ട് ഇൻ ദ റൈറ്റ് ആണ്. അതായത് ഈ num1 മൈനസ് num2 ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ num1-നകത്ത് num2-ലും കോമൺ ആയിട്ടുള്ളതെല്ലാം ക്യാൻസൽ ആവും. എന്നിട്ട് num1-നകത്തുള്ള എലമെൻറ്റ്സ് എന്താണോ അത് കാണിക്കുകയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. സോ ഇതുപോലെ ഡിഫറെൻറ്റ് കമ്പാരിസൺ ഓപ്പറേഷൻസ് സെറ്റ്സ് യൂസ് ചെയ്യുമ്പോൾ ചെയ്യാവുന്നതാണ്. സോ ഇതാണ് സെറ്റ്സ് എന്ന് പറയുന്നത്. പൈതണിൽ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ക്ലാസ് ആണത്. സോ ഇത്രയാണ് ഈ ലെക്ചറിലുള്ളത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.